എൻ്റെ ദാസനെ നമ്മൾ കഴിഞ്ഞ യെസ്. ക്ലാസ്സുകളിലൊക്കെ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചൊക്കെയാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ഭൂമിയിൽ മനുഷ്യന് വേണ്ടതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചു. അപ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് കാൽവറി ക്രൂസിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്നു, അത് എല്ലാം നിവൃത്തിയായി എന്ന് പറയുന്നു. അതുമായിട്ട് കണക്ട് ചെയ്തൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിങ്ങനെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം എങ്ങനെ തുടങ്ങിയോ അതുപോലെ തന്നെ രണ്ടാമത് പുതിയ നിയമത്തിൽ വരുമ്പോഴേക്കും കാൽവരി ക്രൂശിൽ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോഴേക്കും അതേ ഒരു പ്രോസസ്സ് വീണ്ടും ആരംഭിക്കുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ആത്മമനുഷ്യനെ സൃഷ്ടിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ മനുഷ്യനോട് വാഴുവാൻ കൽപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ വാഴുവാൻ നമുക്ക് ആത്മമനുഷ്യനിലൂടെ സാധിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും അത് നമ്മുടെ എഫേർട്ടിൽ, നമ്മുടെ കഴിവിൽ ആശ്രയിച്ച് നമ്മളത് ഓവർകം ചെയ്യാൻ ഇല്ലെങ്കിൽ വാഴുവാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. എന്നാൽ ദൈവം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആത്മമനുഷ്യനിലൂടെ നമ്മുടെ സാഹചര്യങ്ങളെ എല്ലാം നമുക്ക് ഓവർ റൂൾ ചെയ്യാൻ ഇല്ലെങ്കിൽ അതിനെല്ലാം വാഴുവാൻ നമുക്ക് കഴിവ്, ആ കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് സ്പിരിറ്റ് മാനിൽ, നമ്മുടെ ആത്മമനുഷ്യനിൽ. എന്നിട്ട് രണ്ടാമത്തെ അതിൻ്റെ ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം ഒന്ന് വായിച്ചട്ടെ. ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പോൾ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവീൻ. ഇതാണ് മനുഷ്യനോട് പറഞ്ഞ ഒരു ഓർഡർ. അപ്പോൾ അതിനെ ഫിസിക്കലായിട്ട് കുറേ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ഭൂമിയിൽ നിറഞ്ഞ് മനുഷ്യനെ കൊണ്ട് നിറയ്ക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ആത്മീയ അർത്ഥത്തിൽ നമ്മളത് എടുക്കുമ്പോഴേക്കും ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, മറന്നുപോകരുത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമുള്ള സൃഷ്ടികളെ കൊണ്ട് ഈ ഭൂമി നിറയ്ക്കുക, അതാണ് ദൈവത്തിൻ്റെ പ്ലാന്. അത് ആരെ കൊണ്ട് സാധിക്കത്തുള്ളൂ? മനുഷ്യനെ കൊണ്ട്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കൊണ്ടേ അത് സാധിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഹബക്കക്ക് പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അതും വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. അപ്പോൾ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ, ഒരു എക്സാമ്പിൾ പറയാം, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ കൊണ്ട് നിറയും അല്ലേ. അപ്പോൾ അത് ആരുടെ ജോലിയാ? മനുഷ്യൻ്റെ ജോലിയാ. അപ്പോൾ ആ ഒരു അനുഭവം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ദൈവം മനുഷ്യന് കൊടുത്ത പർപ്പസ്. അപ്പോൾ അത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, 7-ാം വാക്യത്തിലാണ് മനുഷ്യൻ്റെ ദേഹവും ദേഹിയും സൃഷ്ടിക്കുന്നത്. അനന്തരം ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യൻ നിർമ്മിച്ചിട്ട് അവൻ്റെ മുക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മാൻ ബിക്കം എ ലിവിങ് സോൾ. അത് നമ്മൾ ചിന്തിച്ചായിരുന്നു. അതിൻ്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചാൽ, 8-ാം വാക്യം. യഹോവയായ ദൈവം കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. അപ്പോൾ അനന്തരം ദൈവം കിഴക്ക് ഭൂമിയിലൊരു തോട്ടമുണ്ടാക്കി, ഏദൻ എന്ന് പറഞ്ഞൊരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. അതിൻ്റെ 15-ാം അധ്യായത്തിൽ അതൊന്നുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 15-ാം വാക്യം, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. അപ്പോൾ 15-ാം വാക്യത്തിൽ പറയുന്നു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വചനം വായിക്കുമ്പോഴേക്കും നമ്മളത് ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. ഭൂമി ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് ദൈവം മനുഷ്യനെ വെറുതെ അങ്ങോട്ട് അഴിച്ചു വിടുകയായിരുന്നില്ല. ഒരു തോട്ടം ഉണ്ടാക്കി എന്നിട്ട് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഞാനിങ്ങനെ ഭാവന കാണും, ആദവൻ്റെ കൈ പിടിച്ച് ദൈവം ഇങ്ങനെ കൊണ്ടുപോകുന്നു, തോട്ടത്തിലാക്കി.
ഓക്കെ, ദിസ് ഈസ് യുവർ സ്പോട്ട്, ഇല്ല ഇവിടെയാണ് നീ വസിക്കേണ്ടത്. ഈ ഏദൻ എന്ന് പറഞ്ഞ അനുഭവത്തോട്ടത്തിലാക്കിയിട്ട് അവിടെ 2 കാര്യങ്ങൾ, ഏദൻ തോട്ടത്തെ കാക്കുവാനും അതിൽ വേല ചെയ്യുവാനും. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ റിയൽ പർപ്പസ് നോക്കിയാൽ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ഹ്യൂമാനിറ്റി. മനസ്സിലായി? ഏതെന്ന് തോട്ടത്തിൽ വേല ചെയ്യുക, അതിനെ കാക്കുക. അപ്പോൾ ഏതെന്ന് പറഞ്ഞ വാക്കിന് ഹീബ്രു റൂട്ട് വേർഡാണ്. അതിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഒരു ഹീബ്രു റൂട്ട് വേർഡ് പഠിക്കാൻ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് ഒരു മോമെൻറ്റ് എന്ന് പറഞ്ഞൊരർത്ഥമുണ്ട്, ഒരു സ്പോട്ട് ഇല്ലെങ്കിൽ ഒരു സ്ഥലം എന്ന് പറഞ്ഞൊരർത്ഥമുണ്ട്, ഒരു ഓപ്പൺ ഡോർ ടു ഹെവൻ എന്ന് പറഞ്ഞൊരർത്ഥമുണ്ട്, പിന്നെ ഡിലൈറ്റ് ഓഫ് ഗാഡ് എന്നൊരു അർത്ഥമുണ്ട്, ഡിലൈറ്റ്ഫുൾ പ്ലഷേഴ്സ് ഓഫ് ഗാഡ്. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ നിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഭൂമി ദൈവം സൃഷ്ടിച്ചു, എന്നിട്ട് ഏതെന്ന് പറഞ്ഞൊരു സ്ഥലം ഇറ്റ്സ് എ ഡിലൈറ്റ് ഓഫ് ഗാഡ്, ഇറ്റ്സ് ഓപ്പൺ ഡോർ ടു ഹെവൻ. ആ ഒരു സ്പോട്ട്, ആ ഒരു മോമെൻറ്റിൽ മനുഷ്യനെ കൊണ്ട് ആക്കി, എന്നിട്ട് അവിടെ വേല ചെയ്യുക, അതിനെ കാക്കുക. മറന്നുപോയത് നിങ്ങൾ സന്താനമുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനിടയ്ക്ക് വാഴുവീൻ എന്ന് പറയുമ്പോഴേക്കും ഞാനതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഈ ഏതെന്ന് പറഞ്ഞ അനുഭവം ഉണ്ടല്ലോ, ഈ ഏതെന്ന് പറഞ്ഞ അനുഭവം ഭൂമിയിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യണം. അതാണ് ദൈവത്തിന് മനുഷ്യനെ കൊണ്ടുള്ള ഒരു പദ്ധതി. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയുടെ യഹോവയുടെ മഹത്വം കൊണ്ട്, ദാറ്റ്സ് ദ ഗ്ലോറി, ദാറ്റ്സ് എ ഡിലൈറ്റ് ഓഫ് ഗാഡ്. അപ്പോൾ ഏതെന്ന് പറഞ്ഞ അനുഭവത്തിൽ ഈ ഭൂമിയെ കൊണ്ട് ഭൂമിയെ നിറയ്ക്കുക. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ദൈവം ആദം ഇവയ്ക്കെല്ലാം പേരിടുന്നൊരു കാര്യം പറയുന്നുണ്ട് ജനസിസിൽ തന്നെ, അല്ലേ? ഏദൻ തോട്ടത്തിൽ വെച്ചാൽ ആദം അത് ചെയ്യുന്നത്. താൻ സൃഷ്ടിച്ച സകല മൃഗങ്ങളെയും ദൈവം ആദവൻ്റെ മുമ്പിൽ കൂട്ടിവരുത്തി മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായെന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും, അല്ലേ, 21-ാം നൂറ്റാണ്ടിൽ ആദം ഇട്ടൊരു പേര് ഇതുവരെ മാറ്റാൻ ആർക്കും പറ്റിയിട്ടില്ല. ആദമാണ് ആനയ്ക്ക് ആനയെന്ന് പേരിട്ടത്, ആദമാണ് കുതിരയ്ക്ക് കുതിരയെന്ന് പേരിട്ടത്, ഒരു ഉറുമ്പിന് ഉറുമ്പെന്ന് പേരിട്ടത് ആരാ? ആദമോ. അപ്പോൾ ശാസ്ത്രം വളർന്നു വരിക, അല്ലെ, പല കാര്യങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇതിൻ്റെ ഒന്നും പേര് ചേഞ്ച് ആകുന്നില്ല? അല്ലെ, മനുഷ്യൻ പറയുക ഓക്കെ ഒത്തിരി നാളായി ആനയെന്ന് വിളിക്കുന്നു, ഇനിയിപ്പോൾ ആനയ്ക്ക് വേറൊരു പേര് നമുക്ക് കൊടുക്കാം. നോബഡി ക്യാൻ ചേഞ്ച് ഇറ്റ്. അതിൻ്റെ കാരണം ദൈവം ആദവനെ ഏദൻ തോട്ടത്തിലാക്കി. ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ പേരെല്ലാം ആദം ഇടുന്നത്. അതായത് ദൈവത്തിൻ്റെ അതൊരു സ്പോട്ടാണ്, ഞാൻ പറഞ്ഞു, അതൊരു മോമെൻ്റാണ്, ഒരു സ്ഥലമാണ്. അതിന് ദൈവത്തിന് ഒരു തുറന്ന സ്വർഗമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ദ പ്ലഷേഴ്സ് ഓഫ് ഗാഡ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ആദം പറഞ്ഞൊരു കാര്യം അതപ്രകാരം സംഭവിച്ചു. അത് ചേഞ്ച് ചെയ്യാൻ ഒരു മനുഷ്യർക്കും പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ. ഇഫ് യു ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്, ഞാൻ ചർച്ചിലായിരിക്കുന്ന വിഷയമല്ല പറയുന്നത്, നമ്മൾ ഏത് മേഖലയായിരുന്നാലും, ഏതെന്ന് പറഞ്ഞത് ഒരു ആത്മീയ ഒരു മേഖലയാണ്, ഒരു റലം, ഇറ്റ്സ് എ സ്പിരിച്വൽ റലം. ഓക്കെ, നമ്മൾ ആ റലത്തിലാണെങ്കിൽ വാട്ട് എവർ യു സേ ഇറ്റ് വിൽ ഹാപ്പൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് ചാടി കടലിൽ നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് യേശുക്രിസ്തു പറയാനുള്ള കാരണം അതാ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയങ്ങൾ വരട്ടെ, മല പോലുള്ള വിഷയങ്ങൾ വരട്ടെ, രോഗമാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, ജോലിയുടെ വിഷയമാകട്ടെ, സാമ്പത്തിക വിഷയമാകട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് വിഷയമാണെങ്കിലും നമ്മൾ ഹൃദയത്തിൽ സംശയിക്കാതെ ആ വിഷയത്തോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. അപ്പോൾ ആദം എങ്ങനെ പേരിട്ടോ അത് ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുവെങ്കിൽ സെയിം ഇറ്റ് വിൽ ഹാപ്പൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ചോദ്യത്തിലേക്ക് ഇതുവരെ ഞാൻ വന്നില്ല. അപ്പോൾ ദൈവം മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ അവിടെ ആക്കിയതുപോലെ തന്നെ അവിടെ സംഭവിച്ച കാര്യം നമുക്കറിയാം. ആദം തെറ്റിപ്പോയി, പാപം ചെയ്തു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നകന്നു, ഇല്ലെങ്കിൽ ആത്മാവിൽ അവർ സെപ്പറേറ്റായി. അതിനുശേഷം പഴയ നിയമം എല്ലാം പഠിക്കുമ്പോഴേക്കും ദൈവത്തിൻ്റെ പ്ലാന് എങ്ങനെയെങ്കിലും തൻ്റെ പുത്രനെ ഭൂമിയിൽ അയച്ച് ഈ പ്ലാനിലേക്ക് മനുഷ്യനെ റിസ്റ്റോർ ചെയ്യുക,
അതാണ് പ്ലാൻ. അതിനുവേണ്ടി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ ജീനിയോളജി പഠിച്ചാൽ, ആദാമിൻ്റെ ജീനിയോളജി തുടങ്ങി നമ്മൾ നോക്കിയാൽ, ഒരു ദൈവത്തെ സേവിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈന് ഇങ്ങനെ പോകുന്നത് കാണാം. എന്നാൽ ദൈവത്തെ അറിയാത്തൊരു കയ്യിൻ്റെ മകൻ്റെ ഒരു ജീനിയോളജി ഒത്തിരി സ്പ്രെഡായിട്ട് പോകുന്നത് നമുക്ക് കാണാം. പക്ഷെ ദൈവത്തിൻ്റെ പ്ലാന് അവിടെ നിന്ന് തൻ്റെ മെഷിയ വരണം, മെഷിയ മുമ്പിൽ ജനിക്കാൻ വേണ്ടി അനേകായിരം വർഷങ്ങൾ എടുത്തു. എന്നാൽ കാലസമ്പൂർണ്ണതയിൽ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചു, അല്ലേ? ക്രൂശിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞതാണ് എല്ലാം നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അപ്പോൾ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പോഴേക്കും സകല കാര്യങ്ങളും മനുഷ്യന് വേണ്ടുന്നതെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ പാപത്തിന് പരിഹാരം, നമ്മുടെ രോഗത്തിന് പരിഹാരം. ഇപ്പോൾ പല വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ പാപവും രോഗവും ഒരുമിച്ചാണ് പറഞ്ഞേക്കുന്നത്. അവൻ നിൻ്റെ സകല രോഗങ്ങൾ നിൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കുന്നു, നിൻ്റെ രോഗത്തെ അവൻ സൗഖ്യമാക്കുന്നു. അപ്പോൾ അതെല്ലാം ഒന്നിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇറ്റ്സ് ഓൾറെഡി ഡൺ ഡീലാണ്. അതായത് നമ്മുടെ പാപത്തിനും നമ്മുടെ രോഗത്തിനും വേണ്ടി നമ്മൾ ജനിക്കുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം അതിന് പരിഹാരം വരുത്തി. പക്ഷെ നമ്മളത് വിശ്വസിക്കുമ്പോഴാണ് ആ പാപത്തിന് പരിഹാരം നമ്മുടെ ജീവിതത്തിൽ വന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പാപത്തിന് പരിഹാരം ദൈവം വരുത്തി, ഇല്ലെങ്കിൽ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുക എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗത്തിനും അത് തന്നെ വിശ്വാസം മതി. രോഗത്തിന് മാത്രമല്ല, ഏത് വിഷയമായിക്കോട്ടെ. വചനത്തിൽ ഇതെല്ലാം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, പ്രോമിസസ് ദൈവം തന്നിട്ടുണ്ട്. ഒരു വാക്യം കൂടി ഞാൻ കാണിക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. പത്രോസ് അപ്പോസ്തലനോട് ഇങ്ങനെ ആദ്യം സല്യൂട്ടേഷൻ പറയുക, അല്ലെങ്കിൽ വന്ദനം പറയുക. ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ ദൈവം നമുക്ക് കൃപയും സമാധാനവും ഇതെല്ലാം ദൈവം ഓൾറെഡി തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുന്നത് എങ്ങനെയാ? കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ, അവൻ്റെ അറിവിൽ. അതാ അല്ലേ, പരിജ്ഞാനം ഇല്ലായകലാണ് എൻ്റെ ജനം നശിച്ചു പോകുന്നെന്ന് വചനത്തിൽ പറയുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഉപവാസത്തിൻ്റെ കുറവ് കൊണ്ടല്ല, പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടല്ല, ജോലി ഇല്ലാത്തത് കൊണ്ടല്ല, ഇല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും വിഷയം കൊണ്ടല്ല ജനം നശിച്ചു പോകുന്നതിൻ്റെ കാരണം ഒരു കാരണം മാത്രമേ വചനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പരിജ്ഞാനമില്ലായകൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു, അറിവില്ലായകയാൽ എൻ്റെ ജനം പ്രവാസത്തിലേക്ക് പോകുന്നു. ഇതെല്ലാം യശയാപ്രവചനത്തിലും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് വിശ്വാസം തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് സമാധാനം തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് സന്തോഷം തന്നിട്ടുണ്ട്. ഇതെല്ലാം വർദ്ധിച്ചു വരുന്നത് എങ്ങനെയാണ്? ഈ പരിജ്ഞാനത്തിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നില്ലെങ്കിൽ ആരുടെ കുഴപ്പം? നമ്മുടെ കുഴപ്പം, ദൈവത്തിൻ്റെ കുഴപ്പമല്ല. നമുക്ക് ആ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ പരിജ്ഞാനത്തിലേക്ക് വരുമ്പോഴാണ് കൃപയും സമാധാനം വർദ്ധിക്കുന്നത്. അടുത്ത വാക്യം പറയുന്നു, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നിങ്ങൾ ഇത്ര ദിവസം ഉപവസിച്ചാൽ, ഇതുപോലെ പ്രാർത്ഥിച്ചാൽ, എല്ലാ ദിവസവും ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ഓൾറെഡി ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇറ്റ്സ് പാസ്റ്റ് ടെൻസ് അല്ലേ, തന്നിരിക്കുന്നു. പക്ഷേ ഏതിലാണത് നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത്? പരിജ്ഞാനത്തിൽ. അവൻ്റെ ദിവ്യശക്തി തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം, അതായത് നാച്ചുറൽ ലൈഫിലും സ്പിരിച്വൽ ലൈഫിലും വേണ്ടതെല്ലാം ദൈവം ദാനം ചെയ്തിട്ടുണ്ട്. സോ വി നീഡ് ടു അപ്രോപ്രിയേറ്റ് ദാറ്റ് ഇൻ ഫെയ്ത്ത്. അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ നമ്മളത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ആണ് അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്നത്, അത് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും ആൾക്കാരെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയുടെ കൂടുതലുകൊണ്ടാണ് ഇതെൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത്, ഇതൊന്നും വേണ്ടെന്നല്ല, ഇത് വേണം. പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് വിശ്വാസം വർദ്ധിക്കുക ചെയ്യുന്നത്, ദൈവം ചലിക്കുകയല്ല. ആൾക്കാർ പറയും ദൈവത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥന. There is no evidence in the word of God like that. പഴയ നിയമത്തിൽ അത് കാണാൻ പറ്റും. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും ദൈവം ഇത് തന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുക ചെയ്യുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിയുടെ അളവറ്റ വലുപ്പം.
വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അല്ലേ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ അതാണ് പഴയ നിയമത്തിൽ എങ്ങനെ, ഇല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ എങ്ങനെ ദൈവം മനുഷ്യനെ വേണ്ടിയതെല്ലാം ദൈവം കൊടുത്തിട്ട്, ഇല്ലെങ്കിൽ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയോ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു റിപ്ലിക്ക തന്നെയാണ് പുതിയ നിയമത്തിൽ എല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോഴേക്കും ദൈവം അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു പരിജ്ഞാനത്താൽ. അത് വിശ്വാസത്താൽ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകുന്നത്. ഓക്കെ, ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി അടുത്ത ക്ലാസ്സുകളിലെല്ലാം നമുക്ക് എടുക്കാം. അത് മനസ്സിലായെന്നത് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.